ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ സവർക്കർ പരാമർശം തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൽ സവർക്കർക്ക് ഒരു പങ്കുമില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചയാളാണ് സവർക്കറെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. എന്നാൽ ഗവർണർക്കെതിരെ താനൊന്നും പറയില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഓരോരുത്തർക്കും പല അഭിപ്രായമാണല്ലോ എന്ന് ഇ.പി. ജയരാജനും പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് സവർക്കർക്ക് യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. സവർക്കർ ഒരു ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. സവർക്കറിന് രണ്ട് ഘട്ടമുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന ഘട്ടം, അപ്പോഴാണല്ലോ അന്തമാനിലേക്ക് നാട് കടത്തപ്പെടുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് അന്തമാൻ നിക്കോബറിലേക്ക് നാട് കടത്തപ്പെട്ടു. നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ഒന്നും രണ്ടും മാപ്പ് കടലാസല്ല ചെയ്തത്, 6 പ്രാവശ്യം 6 കത്ത് കയറ്റി. ഓരോരുത്തർക്കും അവർക്ക് പലരെക്കുറിച്ചും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയായിരിക്കും. പൊതുവെ RSSകാരും BJPക്കാരൊക്കെ സവർക്കറെ വളരെയധികം ആദരിക്കുന്നവരുണ്ട്. ആ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്നും പുറത്തു വന്ന ആളാണ്. അതുകൊണ്ട് സവർക്കറെക്കുറിച്ച് അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടാകും. എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്നില്ലല്ലോ. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, ഇപ്പോൾ മുൻ ഗവർണറുമായി സംസ്ഥാന സർക്കാരിനുണ്ടായതുപോലെ ഒരു പോരിലേക്ക് പുതിയ ഗവർണറുമായി ഇടതുപക്ഷം ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു പോര് എന്നതിന്റെ സൂചനകളല്ലേ ഇപ്പോൾ എം വി ഗോവിന്ദന്റെയും ഇ.പി. ജയരാജന്റെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്? ഇപ്പോൾ സവർക്കറുമായി ബന്ധപ്പെട്ട് CPM നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കി ഇപ്പോൾ പറയുന്നു. പക്ഷേ അതിൽ ഗവർണറുമായി ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഗവർണറുമായി ഇതിലൊരു വാക്പോരിലേക്കോ ഇല്ല എന്നതിന്റെ കൃത്യമായ സൂചനയല്ലേ ഈ പ്രതികരണം? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവർണറുമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തണ്ട എന്ന് തന്നെയാണ് CPM നിലപാട്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് ഒരിടത്ത് പോലും ഗവർണർക്കെതിരെ ഒരു വാക്ക് പറയാനും CPM നേതാക്കൾ തയ്യാറാകാത്തത്. വിഷയത്തിൽ ഗവർണറുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ള നിലപാടാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചിരുന്നു. എന്നാൽ പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നൽകുന്നില്ല, ഗവർണർക്കെതിരെ താനൊന്നും പറയുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ സവർക്കറുമായി ബന്ധപ്പെട്ട ഈ ഒരു പരാമർശം, ഗവർണർ നടത്തിയ പരാമർശത്തെ പക്ഷേ CPM കൃത്യമായി എതിർക്കുന്നുണ്ട്. എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇന്ന് പറഞ്ഞൊരു കാര്യം, ഇതിൽ പ്രധാനമായും EMS-നെയല്ല, ആ EMS-മായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിലും സവർക്കറെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ EMS എന്നല്ല, ആര് സവർക്കറെ പുകഴ്ത്തി പറഞ്ഞാലും അതിനോട് തനിക്ക് യോജിക്കാനാവില്ല എന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. സവർക്കർക്ക് 2 കാലഘട്ടമുണ്ട്. ഒന്ന് സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്നായിരുന്നു, മറ്റൊന്ന് നാട് കടത്തപ്പെട്ട ശേഷം 6 തവണ മാപ്പ് എഴുതി കൊടുത്ത് അതിൽ നിന്ന് മോചിതനായ ഒരു വ്യക്തി കൂടിയാണ് സവർക്കർ എന്നുകൂടി ഓർപ്പിക്കുകയാണ് എം വി ഗോവിന്ദ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം എന്തുകൊണ്ടാണ് ഗവർണറെ നേരിട്ട് വിമർശിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് തൽക്കാലം താൻ മറുപടി പറയുന്നില്ല, ഗവർണറെ താൻ വിമർശിക്കുന്നില്ല, ഗവർണർക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഒടുവിൽ ഇ.പി. ജയരാജന്റെ ഒരു മറുപടി കൂടി വരുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് ഓരോരുത്തർക്കും പലരെക്കുറിച്ചും പല അഭിപ്രായമുണ്ടെന്നുള്ള കാര്യമാണ്. ഏതായാലും ഗവർണറുമായി ഏറ്റുമുട്ടാൻ CPM ഇപ്പോൾ തയ്യാറല്ല എന്ന് വേണം ഈ 2 പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. സ്മൃതി, ശരി. സവർക്കറുമായി ബന്ധപ്പെട്ട് ഗവർണർ ആർലേക്കർ നടത്തിയ പ്രതികരണത്തിൽ CPM നേതാക്കൾ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്.